ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു ഭർത്താവും ഭാര്യയും കൂടിയായി. ഞാൻ ആ സാക്ഷ്യം കണ്ട് ഞെട്ടിപ്പോയി. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ട് പറയുകയാണ്, അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരൾ മൊത്തം ഡാമേജായി, മൊത്തം പോയി. വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത് കരൾ ലീക്കായി വയറ് വന്ന് വീർത്ത് കുടം പോലെയായി. അപ്പോൾ ഉടനെ 1.5 കൊല്ലമായിട്ട് ചികിത്സയിലാണേ. അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെയായി. 1.5 ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസം വയറ്റിൽ നിന്ന് കുത്തിയെടുക്കും. അതിന് ഡോക്ടർ കുത്തിയെടുക്കണതിൻ്റെ കാര്യം, ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണ വാർഡിൽ കിടത്തും, എഴുതി മേടിച്ചു വെച്ചും. ഫയലിനിടയ്ക്ക് എഴുതി മേടിക്കും. വീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പിടിച്ചിടും. എന്നിട്ട് മരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത്, ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസ് വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത്. അപ്പോൾ ഭാര്യ പോയി കന്നാസ് വാങ്ങിക്കാൻ പോകും. കന്നാസ് വാങ്ങിക്കണത് എന്തിനാണ്? കുറച്ചുകൂടി വെള്ളം കുത്തിയെടുത്താൽ. അപ്പോൾ അതൊക്കെ മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും. ഇയാളെ മരണ വാർഡിലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളുടെ വീർത്ത വയറിൽ ഇങ്ങനെ കുരിശ് വരക്കും. ദ നോട്ട് ബൈ മിനിറ്റ് എന്ന് പറയണത്. ഇവിടെ ഡോക്ടറൊന്നും ചെയ്യാൻ പറ്റണില്ല. ഡോക്ടർ മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ആംബുലൻസ് ഒക്കെ ആക്കുക, ഭാര്യയോട് ഒപ്പിട്ട് വാങ്ങിക്കുക, മരണ വാർഡിലേക്ക് ഇയാളെ മാറ്റുകയാണ്. എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ് കുത്തി വെള്ളം എടുക്കാനുള്ള കന്നാസ് വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ മെറിറ്റില്ല, ഡോക്ടറിന് മെറിറ്റില്ല, ആ രോഗിക്കും മെറിറ്റില്ല, ഒന്നിനും മെറിറ്റില്ല. ആകപ്പാടെ നിൽക്കണത് എന്താണ്? ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറേൽ കുരിശ് വരക്കും, മാതാവിനെ ഏൽപ്പിക്കും ആളാണ്. ആ സമയത്താണ് ഡോക്ടറിന് ഇത് അറിയത്തില്ലല്ലോ. ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾ അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയാണ്. അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്നാസും കൊടുത്ത് വിടണത്, കന്നാസ് വാങ്ങിക്കാൻ വിടണത്. വൈഫ് കന്നാസും കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും. വെള്ളം കുത്തിയെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ? വെള്ളത്തിന് പകരം വെള്ളമില്ല. വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരൾ സുഖപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. ഈ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമാണ് നിങ്ങൾ കണ്ടു കാണും. ആ സാക്ഷ്യം കണ്ടവർ കൈ പൊക്കിക്കേ. ദാറ്റ്സ് ഓക്കെ, താങ്ക് യു. നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ, അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവിടെ ഒന്നും ഇല്ല, ആകപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം. അത് അവരുടെ യോഗ്യതയല്ല വർക്ക് ചെയ്യണത്, മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു, ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. 2/8 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അത് എൻ്റെ ഈ സഹോദരന് വേണ്ടിയാണ്. ഈ മകനൊരു നടുവേദന വരികയും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിക്കുകയും മഞ്ഞപ്പിത്തം മൂലം ലിവർ ഫുൾ പോവുകയും കൊട്ടിയം ഹോളി ക്രോസിൽ കൊണ്ടുപോയി കാണിച്ച് അവിടെ അഡ്മിറ്റാക്കി. ഡോക്ടർമാർ മരുന്നുകളെല്ലാം കൊടുത്തിട്ടും ഒരു കുറവുമില്ല. 2-3 ലിറ്റർ വീതം വെള്ളമാണ് വയറ്റിൽ നിന്ന് കുത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഈ മകൻ്റെ ശരീരത്ത് മരുന്നുകളൊന്നും ഇനി ഫലിക്കുന്നില്ല, ഡിസ്ചാർജ് ആക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ഈ മകനെ ഡിസ്ചാർജാക്കി വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ നിന്നും അവന് വീണ്ടും അസുഖം കൂടുതലായി, വയറൊക്കെ പെരുകി, നടക്കാൻ വയ്യ, ശ്വാസമുട്ടലുണ്ടായി. അതുമൂലം തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ട് അഡ്മിറ്റാക്കുകയും അവിടെ 2 ആഴ്ചയോളം കിടന്ന് അവിടെയും പറഞ്ഞു ഈ മകൻ മരിക്കാറായി, അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചോളൂ എന്ന് പറയുകയും 2 ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഈ മകൻ്റെ കാലാവധി, എല്ലാവരെയും അറിയിപ്പിക്കുക. ആംബുലൻസും വിളിച്ചു നിർത്തി എൻ്റെ അമ്മയുടെ നിന്ന് ഒപ്പുകളെല്ലാം എഴുതി വാങ്ങി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്
ആ തൈലം കൊണ്ടുപോയി ഈ മകൻ്റെ വയറ്റിൽ പുരട്ടുകയും അപ്പോഴേക്കും ഈ മകനെ സീരിയസ് വാർഡിൽ കയറ്റിയിരുന്നു. മരിക്കുന്നവരുടെ ഒരു വാർഡാണ് അവിടെ. തൈലം പൂശി ഡോക്ടർ പറഞ്ഞു, ചേച്ചി ഇരുന്ന് പ്രാർത്ഥിച്ചോ, ദൈവം മാത്രമേ ഉള്ളൂ ഇനി നമുക്കൊരാശ്രയമെന്ന് പറഞ്ഞു. ഇവനെ കണ്ടാൽ എണീറ്റ് നടക്കില്ല, ഒന്നുമില്ല, സ്ട്രെച്ചറിലാണ് കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് നമ്മയുടെ പരിശുദ്ധ തൈലം ഈ മകൻ്റെ വയറ്റിൽ പുരട്ടുകയും അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് ചേച്ചി പോയി ഒരു കന്നാസ് മേടിച്ചുകൊണ്ട് വയറ്റിൽ നിന്ന് നമുക്ക് വെള്ളം കുത്തിയെടുക്കുമ്പോൾ ഇച്ചിരി ആശ്വാസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയി കന്നാസ് മേടിച്ചുകൊണ്ട് വന്ന. ഡോക്ടർ വന്നു, ഇഞ്ചക്ഷൻ എടുത്തു, വെള്ളം കുത്തിയെടുക്കാൻ നോക്കി. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഈ മകൻ്റെ വയറ്റിൽ നിന്ന് വന്നില്ല. ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നത്. വീണ്ടും നോക്കി, എന്നിട്ടും വന്നില്ല. അവിടെ നിന്ന് അത്ഭുതം എൻ്റെ മാതാവ് കാണിച്ചു. പിന്നെ മഞ്ഞപ്പിത്തം 30 ഡോക്ടർ പറഞ്ഞു, ഒരു തുള്ളി ഉപ്പ് പോലും ഈ മകന് കൊടുക്കാൻ പാടില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഈ മകന് കൊടുക്കുന്ന കഞ്ഞിയിൽ ഇവിടുത്തെ വിശ്വാസത്തിൻ്റെ ഉപ്പ് ഞാൻ കലർത്തി ഈ മകന് കൊടുക്കുമായിരുന്നു. ടെസ്റ്റുകളെല്ലാം നടത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാണ് കൊണ്ടുവരുന്നത്. ആ ടെസ്റ്റുകളിലെല്ലാം മഞ്ഞപ്പിത്തവും കുറഞ്ഞു. 13 12 7 ദൈവത്തിന് സ്തോത്രം. 2 ആഴ്ച കൊണ്ട് ഈ മകനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുകയും അമ്മ മാതാവിൻ്റെ മുമ്പിൽ വരുവാനിടയാക്കുകയും ചെയ്ത എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി, എൻ്റെ രണ്ടാമത്തെ ബ്രദർ ഭയങ്കര മദ്യപാനിയായിരുന്നു. വീട്ടിലൊരു ശല്യമായിരുന്നു. അവന് ഞാൻ എൻ്റെ അമ്മയുടെ ഉപ്പ് കലക്കി കൊടുത്തു. 1 വർഷമായിട്ട് ആ മകന് മദ്യപാനവുമില്ല. വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും നേരത്തെ വീട്ടിൽ വരികയും ചെയ്യുന്നു. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാത്തതിനായിരുന്നു. അതും എനിക്ക് ശരിയായില്ല എങ്കിലും ആ സാറ് വിളിച്ച് പറഞ്ഞു, കുറേശ്ശെ ഫീസ് അടച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മകൾ 2nd third ഇയറാണ്. 2 വർഷത്തെ എക്സാം കഴിഞ്ഞു. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ടുണ്ട്. പിന്നെ എനിക്ക് നേരത്തെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ ഫാദറിന് സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. ക്യാൻസറായിരുന്നു. ഇപ്പോൾ 5 മാസമായതേ ഉള്ളൂ മരിച്ചിട്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. രോഗികളെ കാണാൻ പോകുന്നുണ്ട്, അവരെ നോക്കാറുണ്ട്. എല്ലാ രോഗികൾക്കും ഞാൻ ഭക്ഷണങ്ങൾ എനിക്കില്ല എങ്കിലും എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ അവർക്ക് മാസം കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒട്ടും നടക്കാൻ വയ്യാത്തവരെ അവർക്കിവിടെ അമ്മയെ മാതാവിനെ കാണണമെന്ന് പറയുമ്പോൾ ഞാനിവിടെ വന്ന് വണ്ടിയിൽ അവരെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിക്കുകയും എല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ഈ സഹോദരനെ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഇതിന് എനിക്ക് എൻ്റെ അമ്മയോട് ഞാൻ കൂടാനുകൂടി നന്ദി സ്തോത്രവും പറയുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസഹായത്താൽ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യം തൻ്റെ സഹോദരന് വേണ്ടി സഹോദരിയാണ് സാക്ഷ്യം പറഞ്ഞത്. ഈ അൾത്താരയിൽ ഒരുപാട് പേര് ഇതുപോലെ ICUവിനും വെന്റിലേറ്ററിൽ നിന്നുമൊക്കെ വന്ന് നിൽക്കുവാനായിട്ട്, അല്ല പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അനുഭവം പറയുവാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുവാനായിട്ട് അമ്മ മാതാവ് മധ്യസ്ഥം സഹായിച്ച് സാധിക്കുന്നുണ്ട്. അപ്പം വ്യക്തമായിട്ടൊരു ബോധ്യം ഈ സാക്ഷ്യത്തിലുണ്ട്. കാരണം 2 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു അവസാന വാക്കിൽ നിന്നാണ് ഇനി അൾത്താര വരെ അല്ലെങ്കിൽ അൾത്താരയിൽ വന്ന് നിൽക്കുവാൻ തക്കവിധം ദൈവം ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നുള്ളത്. അപ്പം ഈശോ ഈ സാക്ഷ്യത്തിലൂടെ പറയുന്ന 2 കാര്യങ്ങളിലൊന്ന്, ഒരു മനുഷ്യനെക്കുറിച്ച് അവസാനത്തെ വാക്ക് പറയേണ്ടത് ദൈവമാണ്. അതിനായകനായവൻ സർവശക്തനായ തമ്പുരാനാണെന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ സാക്ഷ്യത്തിലുണ്ട്. രണ്ടാമത്തേത്, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം മാതാവ് സ്ഥിരീകരിക്കുവാനായിട്ട് വലിയ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ 2 കാര്യങ്ങളും ഏറെ പ്രത്യേകിച്ച് അതിന് വ്യക്തമായിട്ടൊരു ബോധ്യം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ 2 പേർക്കും ആ ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ ഇന്ന് സമയം കണ്ടെത്തി സാക്ഷ്യം പറയാനായിട്ട് വരുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈ വലിയൊരു ദൈവിക ഇടപെടലിനെ പ്രതിയും ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കുവാൻ ഇടവരുത്തരെന്ന് പ്രാർത്ഥിക്കും. ഒപ്പം ഇദ്ദേഹത്തിന് നൽകിയ വലിയ സൗഖ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവപിതാവിന് നന്ദി പറയാം.